ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര ഹൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. എല്ലാവർക്കും നമസ്കാരം. വാൽമീകി രാമായണം സുന്ദരകാന്ഡം 52-ാമത്തെ സർഗം. ദൂതവധ നിവാരണം. ദൂതവധം ഇല്ലാതാക്കുന്നത്. വധേതസ്യ സമാജ്ഞപ്തേ രാവണേന ദുരാത്മന നിവേദിതവധോ ദൗത്യം നാനുമേനേ വിഭീഷണ. ദൗത്യ നിർവഹണത്തിനായിട്ട് വന്ന അവനെ വധിക്കാൻ ദുരാത്മാവായ രാവണൻ കൽപ്പിച്ചത് ശരിയല്ല എന്ന് വിഭീഷണൻ വിചാരിച്ചു. തം രക്ഷോധിപതിം ക്രുദ്ധം തച്ച കാര്യമുപസ്ഥിതം വിദിത്വാ ചിന്തയാമാസ കാര്യം കാര്യവിദോസ്ഥിത. രാക്ഷസരാജാവ് കോപിച്ചിരിക്കുകയാണ് എന്നും ദൂതവധം അടുത്തിരിക്കുന്നുവെന്നും അറിഞ്ഞ് ന്യായമാർഗത്തിൽ മധ്യസ്ഥനായിരിക്കുന്ന അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത് എന്ന് ചിന്തിച്ചു. നിശ്ചിതാർത്ഥസ്തദസാംനാഭൂജശത്രുജിതഗ്രജം ഉവാചാഹിതമത്യർത്ഥം വാക്യം വാക്യവിശാരദ. ശത്രുക്കളെ ജയിക്കാൻ കഴിവുള്ളവനും ഉചിത ഭാഷണ വിശാരദനും കരണീയം നിശ്ചയിച്ചവനുമായ അദ്ദേഹം ജ്യേഷ്ഠനെ നല്ല വാക്കുകളാൽ ഉപചരിച്ച് ഏറ്റവും ഹിതകരമായി ഇപ്രകാരം അറിയിച്ചു. ക്ഷമസ്വരോഷം ത്യജരാക്ഷസേന്ദ്ര പ്രസീദവദ്വാക്യമിദം ശൃണുഷ്വ വദം ന കുർവന്തി പരാപരജ്ഞ ദൂതസ്യ തന്തോ വസുധാതിവേന്ദ്രാഃ. അല്ലയോ രാക്ഷസേശ്വര, ക്ഷമിച്ചാലും കോപം ത്യജിച്ചാലും പ്രസാദിച്ചാലും ഞാൻ പറയുന്നത് കേട്ടാലും രാജ്യധർമ്മം അറിയുന്ന മഹാന്മാരായ രാജാക്കന്മാർ ദൂതന് മരണശിക്ഷ നൽകാറില്ല, അതായത് വധിക്കാറില്ല. രാജധർമ്മവിരുദ്ധം ജാലോകവൃത്തേശ്ചകർഹിതം തപജാസദൃശം വീര കവീരസ്യ പ്രമാപണം. ഹേ വീര, ഈ വാനരന് വധശിക്ഷ നൽകിയത് രാജധർമ്മത്തിന് വിരുദ്ധവും ലോകനീതിക്ക് അനുയോജ്യവും ആണ്. അങ്ങക്ക് ഉചിതമായ കർമ്മവും അല്ല. ലോകനീതിക്ക് അനനുയോജ്യവുമാണ്. അങ്ങക്ക് ഉചിത കർമ്മവും അല്ല. ധർമ്മജ്ഞശ്ച കൃതജ്ഞശ്ച രാജധർമ്മവിശാരദ പരാപരജ്ഞോ ദൂതാനാം ത്വമേവ പരമാർത്ഥവിത്. അങ്ങയാകട്ടെ ധർമ്മജ്ഞനും കൃതജ്ഞനും രാജധർമ്മ വിശാരദനും പരേങ്കിതജ്ഞനും ലോകതത്വജ്ഞനും ആകുന്നു. ഗ്രഹ്യന്തേ യതി രോഷേണ താദൃശോ വിവിഭശ്ചിത തതശാസ്ത്ര വിഭശ്ചിത്വം ക്ഷമയേവ ഹി കേവലം. അങ്ങയെപ്പോലുള്ള വിജ്ഞന്മാർ കൂടി കോപത്തിന് അധീനരാകുന്നുവെങ്കിൽ ശാസ്ത്ര പാണ്ഡിത്യം സമ്പാദിക്കുക എന്നത് കേവലം നിഷ്ഫല ശ്രമമാണല്ലോ. തസ്മാത് പ്രസീദ ശത്രുഘ്ന രാക്ഷസേന്ദ്ര ദുരാസദ യുക്തായുക്തം വിനിശ്ചിത്യ ദൂതദണ്ഡോ വിധീയതാം. അജയ്യനും ശത്രുനാശകനുമായ രാക്ഷസേശ്വര, അങ്ങ് കോപമടക്കി പ്രസാദിച്ചാലും യുക്തങ്ങൾ ഏതെന്ന് ആലോചിച്ച് നിശ്ചയിച്ച് ദൂതന് തക്കതായ ശിക്ഷ നൽകിയാലും. വിഭീഷണവജശ്രുദ്ധ രാവണോ രാക്ഷസേശ്വര രോഷേണ മഹതാവിഷ്ടോ വാക്യമുത്തരമബ്രവീത്. രാക്ഷസേശ്വരനായ രാവണൻ വിഭീഷണ വാക്യം കേട്ട് കോപത്താൽ മതിമറന്ന് പ്രകാരം പറഞ്ഞു. ന പാപാനാം വധേ പാപം വിദ്യതേ ശത്രുസൂദന തസ്മാദേനം വധിഷ്യാമി വാനരം പാപചാരിണം. ശത്രുഹന്താവേ, ദുഷ്ടന്മാർക്ക് മരണശിക്ഷ വിധിക്കുന്നതിൽ അധർമ്മമില്ല. പാപകർമ്മങ്ങൾ ചെയ്യുന്ന ഈ വാനരനെ ഞാൻ കൊല്ലുന്നതാണ്. അധർമ്മമൂലം ബഹുദോഷയുക്തം അനാര്യജുഷ്ടം ഭജനം നിശമ്യ ഉവാചവാക്യം പരമാർത്ഥതത്വം ഭീഷണോ ബുദ്ധിമതാം വരിഷ്ഠ. അധർമാധിഷ്ഠിതവും ബഹുദോഷയുക്തവും അനാര്യന്മാർക്ക് അനുയോജ്യവുമായ ഈ വാക്യം കേട്ട് ബുദ്ധിമാന്മാരിൽ വെച്ച് ശ്രേഷ്ഠനായ വിഭീഷണൻ പരമാർത്ഥ തത്വം ഉൾക്കൊള്ളുന്ന വാക്യം പറഞ്ഞു. പ്രസീദലങ്കേശ്വര രാക്ഷസേന്ദ്ര ധർമാർത്ഥയുക്തം ഭജനം ശൃണുഷ്വ ദൂതാനവദ്യാസമയേഷു രാജൻ സർവേഷു സർവത്ര വദന്തി സന്ത. ലങ്കാനാഥനായ രാക്ഷസേന്ദ്ര, കോപം അടക്കിയാലും ധർമാർത്ഥങ്ങൾക്കനുസരിച്ച വാക്കുകൾ കേട്ടാലും രാജാവേ, എവിടെയും എല്ലാ കാലങ്ങളിലും ദൂതന്മാരെ കൊല്ലാൻ പാടില്ലെന്ന് സജ്ജനങ്ങൾ പറയുന്നു.
അസംശയം ശത്രുരയം പ്രവൃദ്ധാകൃതം ഹ്യനേന പ്രിയമപ്രമേയം നൂതപദ്യം പ്രവദന്തി സന്തോ ദൂതസ്യ ദൃഷ്ടാ ബഹവോ ഹി ദണ്ഡാഃ. ഇവൻ കണക്കറ്റ ഉപദ്രവങ്ങളും നാശങ്ങളും ഉണ്ടാക്കിയവനാണ്. അതിനാൽ ഭയങ്കരനായ ശത്രു തന്നെ. ദൂതന് പലതരം ശിക്ഷകൾ വിധിച്ചിട്ടുണ്ട്. എന്നാൽ ദൂതനെ വധിക്കാമെന്ന് സജ്ജനങ്ങൾ ഒരിടത്തും പറയുന്നില്ല. വൈരൂപ്യമംഗേഷു കുശാപിഘാതോ മൗഢ്യം തഥാ ലക്ഷണ സന്നിപാത ഏതാൻ ഹി ദൂതേ പ്രവദന്തി ദണ്ഡാൻ വധസ്തു ദൂതസ്യ നഃ ശ്രുതോസ്തി. ദൂതന് പല ശിക്ഷകൾ വിധിച്ചിട്ടുണ്ട്. അംഗഭംഗം വരുത്താം, ചാട്ടകൊണ്ടടിക്കുക, തലമുണ്ടനം ചെയ്യുക, അംഗങ്ങളിൽ കാണത്തക്ക വിധം അടയാളമുണ്ടാക്കുക, ഇങ്ങനെ പലതും. ദൂതന് മാത്രം വധശിക്ഷ എന്നത് നമുക്ക് കേട്ടറിവ് പോലുമില്ല. കഥം ച ധർമാർത്ഥ വിനീത ബുദ്ധി പരാവര പ്രത്യയ നിശ്ചിതാർത്ഥ ഭവദ്വിധ കോപവശേഹി തിഷ്ഠേത് കോപം നിയച്ഛന്തി ഹി സത്വവന്ത. ധർമാർത്ഥ തത്വജ്ഞനും നന്മതിന്മകളെക്കുറിച്ച് യഥാർത്ഥ ജ്ഞാനമുള്ളവനുമായ അങ്ങയെപ്പോലുള്ളവർ കോപാധീനനാകുന്നത് എങ്ങനെ? ഉൾക്കരുത്തുള്ള നീതിജ്ഞൻ കോപത്തെ നിയന്ത്രിക്കുമല്ലോ. ധർമ്മവാദേന ജലോകവൃത്തേന ശാസ്ത്രബുദ്ധിഗ്രഹണേഷു ജാപി വിദ്യേത കശ്ചിത്തവ വീരതുല്യ ത്വം ഹ്യുത്തമ സർവസുരാസുരാണാം. വീര, ധർമ്മവിചാരത്തിലോ ലോകവ്യവഹാരത്തിലോ ശാസ്ത്ര തത്വാപഗതനത്തിലോ അങ്ങയ്ക്ക് തുല്യനായിട്ട് ഒരുവനുമില്ല. സകല ദേവാസുരന്മാരിലും വെച്ച് ഭവാൻ തന്നെയാണ് ഉത്തമൻ. ന ചാപ്യസ്യ കപീർഘാതേ കഞ്ചിത് കസ്യ പശ്യാമഹം ഗുണം തേഷേയം പാത്യതാം ദണ്ഡോ ധൈര്യം പ്രേഷിത കവിഹി. മാത്രമല്ല, ഈ വാനരനെ വധിച്ചതുകൊണ്ട് ഒരു ഗുണവും ഞാൻ കാണുന്നില്ല. ഇവനെ അയച്ചതാരാണോ അവരെയാണ് ശിക്ഷിക്കേണ്ടത്. സാധുർവായതി വാ സാധു പരേരേഷ സമർപ്പിത ബ്രുവൻ പരാർത്ഥം പരമാ നദൂതോ വധമർഹതി. ഇവൻ നല്ലവനാണെങ്കിലും ദുഷ്ടനാണെങ്കിലും മറ്റാരോ പറഞ്ഞയച്ചവനാണ്. അന്യന്മാർ ഏൽപ്പിച്ച കാര്യം പറയുന്ന ഇവൻ പരതന്ത്രനായ ദൂതൻ മാത്രം. അങ്ങനെയുള്ളവൻ വധാർഹനല്ല. അഭിജാസ്മിൻ ഹതേ രാജന്നാന്യം പശ്യാമി കേജരം ഇഹ യഹ പുനരാഗച്ഛേ പരം പാരം മഹോദദേഹേ തസ്മാനാസ്യ വദേ യത്ന കാര്യപരപുരഞ്ജര ഭവാൻ തേന്ദ്രേഷു ദേവേഷു യത്നമാസ്താതുമർഹതി. ശത്രു നഗരങ്ങളെ വെല്ലുന്ന രാജാവേ, ഇവനെ കൊന്നാൽ സമുദ്രത്തിൻ്റെ എത്രയോ ദൂരെ ഉള്ള ഈ ദ്വീപിലേക്ക് വരാൻ കഴിവുള്ള മറ്റൊരു ആകാശചാരിയെ ഞാൻ കാണുന്നില്ല. അതിനാൽ ഇവനെ കൊല്ലാതിരിക്കുക. എന്നാൽ അങ്ങ് ഇന്ദ്രാദി ദേവന്മാരുടെ കാര്യത്തിൽ ഈ താല്പര്യം കാണിക്കേണ്ടത് ആവശ്യമാകുന്നു. അസ്മിൻ വിനഷ്ടേന ഹി ദൂതമന്യം പശ്യാമി യസ്തോ നരരാജപുത്രോ യുദ്ധായ യുദ്ധപ്രിയ ദുർവിനീതോ ഉദ്യോജയേ ദീർഘപദാപരുദ്ധോ. യുദ്ധപ്രിയ, ഇവൻ മരിച്ചുപോയാൽ ദുഷ്ടന്മാരും വളരെ ദൂരത്തുള്ളവരുമായ ആ മനുഷ്യരാജകുമാരന്മാരെ യുദ്ധത്തിന് പ്രേരിപ്പിച്ച് അയക്കാൻ മറ്റൊരു ദൂതനെയും ഞാൻ കാണുന്നില്ല. അസ്മിൻ ഹദേവാനരയൂതമുഖ്യേ സർവാപവാദം പ്രവദന്തി സന്ത നഹി പ്രപശ്യാമി ഗുണം യശോവ ലോകാപവാദോ ഭവതി പ്രസിദ്ധ. വാനരാധിപനായി ഇവൻ കൊല്ലപ്പെട്ടാൽ സജ്ജനങ്ങൾ പല അപവാദങ്ങളും പറയും. ഒരു ഗുണമോ യശസ്സോ കാണാനില്ല, കിട്ടാനുമില്ല. വലിയ ലോകാപവാദം മാത്രം വന്നു ചേരും. മൂഢേ പ്രഗൽഭേരവി ദുർവിനീതേർ യേർവാനരോയം പുരുഷേർ പ്രതിഷ്ഠ തേഷാം പദാർത്ഥം ഗുരുവീരയത്നം ശീഘ്രം വിനാശായ നിശാചരേന്ദ്ര. രാക്ഷസേന്ദ്ര, ഇവനെ അയച്ച അമാന്യരും ബുദ്ധിശൂന്യരുമായ ആളുകളെ വധിക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യാൻ വേഗം യത്നിക്കുക. പുരുഷതാവത് പരമപ്രയത്നം ധർമ്മം സമാസ്തായ സുരേന്ദ്രശത്രോ ദേവേഷു സർവേഷു സവാസവേഷു ദൈത്യേഷു സർവേഷു സദാനവേഷു. ഇന്ദ്രശത്രു, ഇന്ദ്രനടക്കമുള്ള ദേവന്മാരെയും അസുരന്മാരെയും നിലയ്ക്ക് നിർത്താൻ വേണ്ട യത്നം ചെയ്താലും അങ്ങനെ ധർമ്മത്തെ നിലനിർത്തിയാലും കൃത്വാ പ്രയത്നം സുദൃഢം സുശീഘ്രം മദ്വാക്യമേവം മനസാ പ്രഗൃഹ്യ സൗരാജപുത്രോ വിനിഗ്രഹ്യ വീരോ ജയം പരം പ്രാപ്സ്യതി രാക്ഷസേന്ദ്ര. രാക്ഷസേന്ദ്ര, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഹൃദയപൂർവ്വം സ്വീകരിച്ച് വീരന്മാരായ 2 രാജകുമാരന്മാരെ വധിക്കാനുള്ള തീവ്രയത്നം ജാഗ്രതയോടെ ചെയ്യുക. അങ്ങനെ അങ്ങ് വലിയ വിജയം പ്രാപിക്കുമാറാകട്ടെ. പരാക്രമോത്സാഹ മനസ്സിനാം ജ സുരാസുരാണാമവിദുർജയേന ത്വയാ മനോനന്ദനദേ നൈരുദാനാം യുദ്ധായ ധർനാശയിതും നയുക്ത.
രാക്ഷസന്മാർക്ക് ആഹ്ലാദം നൽകുന്നവനെ, പരാക്രമം, ഉത്സാഹം, ധൈര്യം എന്നിവയുള്ള ദേവാസുരന്മാർക്കു കൂടി ദുർജയനായ അങ്ങ് അടുത്തെത്തിയ യുദ്ധത്തിനുള്ള ഈ അവസരം ഇല്ലാതാക്കുന്നത് യുക്തമല്ല. ഹിതാശ്ച ശൂരാശ്ച സമാഹിതാശ്ച കുലേഷു ജാതാശ്ച മഹാഗുണേഷു മനസ്സിന ശസ്ത്രഭൃതാം വരിഷ്ഠ കോണ്യഗ്രതസ്തേ സുഹൃതാശ്ച യോധ. അങ്ങയുടെ ഹിതൈഷികളും ശൂരന്മാരും ഉത്തമ കുലജാതരും ഉത്സാഹശീലരും ആയുധധാരികളുമായ കോടിക്കണക്കിൽ യോദ്ധാക്കൾ അവിടത്തെ കൽപ്പന കാത്ത് തിരുമുമ്പിൽ നിൽക്കുന്നു. തദേകദേശേന ബലസ്യ താവത് കേചിത്തവ ദേശഹൃതോപിയാന്തു തൗരാജപുത്രോ വിനിഗ്രഹ്യ യുദ്ധേ പരേഷു ദേവാവഹിതും പ്രഭാവം. അതിനാൽ ആ 2 രാജകുമാരന്മാരെ യുദ്ധത്തിൽ വധിച്ച് ശത്രുക്കൾക്ക് അങ്ങയുടെ പ്രഭാവം ധരിപ്പിക്കുവാൻ സേനയുടെ ഒരു മധ്യഭാഗത്തോടുകൂടി ചിലർ ഇപ്പോൾ തന്നെ പോകട്ടെ. ദിശാചരാണാമതിപോനുജസ്യ വിഭീഷണസ്യോത്തമവാക്യമിഷ്ടം ജഗ്രാഹബുദ്ധ്യാസുരലോകശത്രുർ മഹാബലോ രാക്ഷസരാജമുഖ്യ. മഹാബലവാനും ദേവലോകശത്രുവുമായ ആ രാക്ഷസാധിപൻ അനുജനായ വിഭീഷണന്റെ ഉത്തമവാക്യം മനസ്സാ അംഗീകരിച്ചു. കിംവാപരം ബഹ്മപരം തു സഖ്യം സർവസ്യ ബീജം ജഗദോസ്യ വിഷ്ണു യദ്ദേവദേവസ്യ പരം തേജസ്തദേവ തേജഃ കബിരേഷ വീര. കിംവാപരം ബ്രഹ്മപരം തു സഖ്യം സർവസ്യ ബീജം ജഗദോസ്യ വിഷ്ണു യദ്ദേവദേവസ്യ പരം തേജസ്തദേവ തേജഃ കബിരേഷ വീര. വദായ മേ വൈഷ്ണവതേജയേവ ന സംശയോയം കവിരൂപധാരി ഇത്യേവമേതദ്ബഹുധാ വിചിന്യ രക്ഷോതിബക്രോധവശം ജഗാമ. ഇത് വാനരൂപം ധരിച്ച് എന്നെ നാശത്തിനായി വന്ന വൈഷ്ണവശക്തി തന്നെയാണ്, സംശയമില്ല. ഇവൻ ദേവദേവനായ വിഷ്ണുവിൻ്റെ പരമോത്കൃഷ്ടവും സർവ്വലോകത്തിനും മൂലകാരണവുമായ പരമജ്യോതിസാണോ അതോ പരബ്രഹ്മം തന്നെയാണോ? ഇങ്ങനെ പലവിധം ചിന്തിച്ച രാവണൻ ഏറ്റവും ക്രുദ്ധനായി തീർന്നു. ക്രോധം ജജാതം ഹൃദയേ നിരുദ്ധ്യ വിഭീഷണോക്തം വചനം സുപൂജ്യ ഉവാച രക്ഷോധിപതിർമഹാത്മാ വിഭീഷണം ശസ്ത്രഭൃതാം വരിഷ്ഠം. മഹാത്മാവായ രാക്ഷസാധിപൻ ഉള്ളിൽ ആളിക്കത്തിയ കോപം അടക്കി നിർത്തി. പിന്നീട് ആയുധധാരികളിൽ വെച്ച് ശ്രേഷ്ഠനായ വിഭീഷണനെയും അയാളുടെ ഉചിത വചനങ്ങളെയും സമാദരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യേ സുന്ദരകാണ്ഡേ ദ്വിപഞ്ചാശസർഗഃ 52ാമത്തെ സർഗം സമാപ്തം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം തത്സത്.